വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ തകർന്നടിഞ്ഞ് ഓസ്ട്രേലിയ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം കളിച്ച ആദ്യ മത്സരത്തിൽ നിരാശാജനകമായ തുടക്കമാണ് ഓസീസിന് ലഭിച്ചിരിക്കുന്നത്. കെൻസിംഗ്ടൺ ഓവലിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ 180 റൺസിനാണ് ഓൾ ഔട്ടായത്. മത്സരത്തിൽ വിൻഡീസ് ബോളർമാർ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ ഓസ്ട്രേലിയയും അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ്. ആദ്യ ദിവസം മത്സരം അവസാനിപ്പിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 57-4 എന്ന നിലയിലാണ്. തുടക്കം മുതൽ തകർച്ച നേരിട്ട ഓസ്ട്രേലിയക്ക് വെറും 56.5 ഓവറുകൾ മാത്രമാണ് ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാനായത്. ഓസ്ട്രേലിയക്ക് വേണ്ടി ട്രാവിസ് ഹെഡും ഉസ്മാൻ ഖവാജയും മാത്രമാണ് തിളങ്ങിയത്. വിൻഡീസിന് വേണ്ടി പേസർമാരാണ് ഓസീസ് ബാറ്റിംഗ് നിരയുടെ നട്ടലൊടിച്ചത്. ബാർബഡോസിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനം തെറ്റായെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ തുടക്കം. ആദ്യം തന്നെ വൻ തകർച്ചയാണ് ഓസ്ട്രേലിയ നേരിട്ടത്. 22 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ ഓസ്ട്രേലിയക്ക് നഷ്ടമായി. 3 റൺസ് വീതം സ്കോർ ചെയ്ത സാം കോൺസ്റ്റാസ്, കാമറൂൺ ഗ്രീൻ, 5 റൺസ് എടുത്ത ജോഷ് ഇംഗ്ലിസ് എന്നിവരാണ് പവലിയനിൽ മടങ്ങിയെത്തിയത്. 4ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഉസ്മാൻ ഖവാജയും ട്രാവിസ് ഹെഡും ചേർന്ന് ഓസീസിനെ തകർച്ചയിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമം നടത്തി. എന്നാൽ ഖവാജയെ വീഴ്ത്തി ഷമർ ജോസഫ് വിൻഡീസിന് ബ്രേക്ക് ത്രൂ നൽകി. 128 പന്തിൽ 4 ഫോറുകളും ഒരു സിക്സറും അടക്കം 47 റൺസാണ് ഖവാജ നേടിയത്. ഇതിനുശേഷവും തുടർച്ചയായ ഇടവേളകളിൽ ഓസ്ട്രേലിയക്ക് വിക്കറ്റുകൾ നഷ്ടമായി. ബ്യൂ വെബ്സ്റ്റർ 11 റൺസ്, അലക്സ് കാരി 8 റൺസ് എന്നിവരും പുറത്തായി. 28 റൺസ് എടുത്ത ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് മാത്രമാണ് വാലറ്റത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയത്. മിച്ചൽ സ്റ്റാർക്ക് റണ്ണൊന്നും എടുക്കാതെയും നഥാൻ ലിയോൺ 9 റൺസ് എടുത്തും ജോഷ് ഹേസൽവുഡ് 4 റൺസ് എടുത്തും പുറത്തായി. ട്രാവിസ് ഹെഡിന്റെ പ്രകടനമാണ് ഓസീസ് നിരയിൽ വേറിട്ട് നിന്നത്. 78 പന്തുകളിൽ 9 ഫോറുകളുടെ സഹായത്തോടെ 59 റൺസാണ് ഹെഡ് നേടിയത്. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി തീപ്പൊരി പ്രകടനമാണ് പേസ് ബോളർമാരായ ജെയ്ഡൻ സീൽസും ഷമർ ജോസഫും കാഴ്ചവെച്ചത്. സീൽസ് 60 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റുകളും ഷമർ ജോസഫ് 46 റൺസ് വഴങ്ങി 4 വിക്കറ്റുകളും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ വിൻഡീസും തകർന്നടിയുന്ന കാഴ്ചയാണ് ബാർബഡോസിൽ കാണാനായത്. 16 റൺസ് എടുക്കുന്നതിനിടെ അവർക്ക് 2 വിക്കറ്റുകൾ നഷ്ടമായി. 4 റൺസ് എടുത്ത ക്രെയ്ഗ് ബ്രാത്വൈറ്റും 7 റൺസ് എടുത്ത ജോൺ കാമ്പലുമാണ് ആദ്യം പുറത്തായത്. ഓസി സ്റ്റാർ പേസർ മിച്ചൽ സ്റ്റാർക്കാണ് ഇരുവരെയും വീഴ്ത്തിയത്. പിന്നീട് ക്രീസിലെത്തിയ ക്രീസി കാർട്ടിയും ബ്രാൻഡി കിങ്ങും ടീമിനെ കരകയറ്റുമെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ 20 റൺസ് എടുത്ത കാർട്ടിയെ പാറ്റ് കമിൻസ് പുറത്താക്കി. പിന്നീട് ക്രീസിലെത്തിയ ജോമൽ വാരിക്കന്റെ കുറ്റി ജോഷ് ഹെയ്സൽവുഡും തെറിപ്പിച്ചു. ഇതോടെ 53-4 എന്ന നിലയിലായി വെസ്റ്റ് ഇൻഡീസ്. 23 റൺസ് എടുത്ത ബ്രാൻഡൻ കിങ്ങും 1 റൺസ് എടുത്ത റോസ്റ്റൺ ചേസുമാണ് ക്രീസിലുള്ളത്. വെസ്റ്റ് ഇൻഡീസിൽ പര്യടനം നടത്തുന്ന ഓസീസ് ടീം 3 ടെസ്റ്റ് മത്സരങ്ങളും 5 T20 മത്സരങ്ങളുമാണ് വിൻഡീസിനെതിരെ കളിക്കുന്നത്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ശേഷം ഓസ്ട്രേലിയ കളിക്കുന്ന ആദ്യ ടെസ്റ്റ് മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ 5 വിക്കറ്റിനാണ് ഓസ്ട്രേലിയ പരാജയപ്പെട്ടത്. സെഞ്ചുറി നേടിയ ഐഡൻ മാർക്രമായിരുന്നു ആ മത്സരത്തിലെ താരം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.